അതിലിപ്പോൾ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിൽ പ്രഖ്യാപിച്ചതിൻ്റെ പല ദുരനുഭവങ്ങളും നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അപ്പോൾ ആ കുടുംബത്തോട് ഞങ്ങളുടെ ആശയവിനിമയം നടത്തിയിരുന്നു. ഞങ്ങളിപ്പോൾ ആലോചിച്ചപ്പോൾ തന്നെ ആ കുടുംബത്തോട് ഈ ആശയവിനിമയം നടത്തിയിരുന്നു. ഞങ്ങളുടെ അഭിപ്രായത്തെ കുടുംബം കൂടിയാലോചനകൾക്ക് ശേഷം തിരിച്ച് വിളിച്ച് അവർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഇപ്പോൾ 2 സ്ഥലങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ളത്. ആ 2 സ്ഥലങ്ങളിൽ കുടുംബം ആവശ്യപ്പെടുന്ന സ്ഥലം, അതാണ് പറഞ്ഞത്, കുടുംബം ആവശ്യപ്പെടുന്ന സ്ഥലം. ഇപ്പം ഞങ്ങളോട് അവരിപ്പോൾ കൂടിയാലോചിച്ചിട്ടൊരു സ്ഥലം ഇങ്ങോട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ കുണ്ടിയെ അടക്കിയ സ്ഥലത്ത് തന്നെ വേണമെന്നുള്ള വൈകാരികമായൊരു ആവശ്യം ഇപ്പോൾ അച്ഛനും അമ്മയും കൂടിയാലോചിച്ചിട്ട് ഞങ്ങളോടിപ്പോൾ ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ തന്നെ വെച്ച് നൽകാം എന്നാണ്. ഈ കുട്ടിയെ നിതിൻ രാജിനെ അടക്കം ചെയ്ത സ്ഥലത്ത് അവിടെ തന്നെ വെച്ച് നൽകണമെന്നാണ് അവരുടെ ആവശ്യം. അവർ കൂടിയാലോചിച്ചു. ഞങ്ങളത് വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവരൊരു പ്രാഥമിക കൂടിയാലോചന നടത്തി കുടുംബാംഗങ്ങൾ തിരിച്ചറിയിച്ചത് അവിടെ വെച്ച് നൽകണമെന്നാണ്. അപ്പോൾ നിതിൻ രാജിനെ അടക്കം ചെയ്ത സ്ഥലത്ത് തന്നെ CPIMൻ്റെ വീട് ഉയരും. നിതിൻ രാജിൻ്റെ കുടുംബാംഗങ്ങൾക്ക് സുരക്ഷിതമായി അവിടെ താമസിക്കാൻ കഴിയും. അതെ, സസ്പെൻഷനിലേക്ക് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലേ. ഞങ്ങൾ എല്ലാ നടപടികളും ആവശ്യപ്പെടുകയാണ്. അവിടെ കണ്ണൂർ ജില്ലാ പാർട്ടിയും ഇക്കാര്യത്തിൽ അങ്ങനെ ഒരു സമീപനം തന്നെയാണ് ഞങ്ങൾ ആ അഭിപ്രായം പങ്കുവച്ചിരുന്നു. തന്നെയുമല്ല, നിർഭയമായ അഭിപ്രായം പറഞ്ഞ കുറേ കുട്ടികളുണ്ട്. നമ്മുടെ ജില്ലയിലുള്ള കുട്ടികളുമുണ്ട്, അല്ലാതെയുള്ള കുട്ടികളൊക്കെയുണ്ട്. അവർക്ക് അവരുടെ അക്കാഡമിക് ജീവിതത്തിലോ അല്ലാതെയോ ഒരു തരത്തിലുള്ള ഭീഷണിയും അനുവദിക്കാൻ കഴിയില്ല. അക്കാര്യത്തിലും പാർട്ടി അവരുടെ എല്ലാം സംരക്ഷകരായി ഉണ്ടാകും. ആ കുടുംബാംഗങ്ങൾക്കും ഇപ്പോൾ ചില ആശങ്കകളുണ്ട്. അവരുടെ കുഞ്ഞുങ്ങൾ നിങ്ങളൊക്കെ ചോദിച്ചപ്പോൾ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് നിർഭയം പ്രതികരിച്ച കുട്ടികൾ, അവർക്ക് ചില ആശങ്കകൾ അവരുടെ കുടുംബാംഗങ്ങൾക്കുണ്ട്. അപ്പോൾ ആശങ്കകളുടെയും ആവശ്യമില്ല എന്ന് അറിയിക്കുകയാണ്. ഈ നിർഭയമായി നിതിൻ രാജിന് വേണ്ടി അവിടെ നടന്ന കാര്യങ്ങൾ തുറന്നു പറഞ്ഞ എല്ലാവർക്കുമുള്ള പ്രൊട്ടക്ഷൻ, അതിൻ്റെ കാര്യത്തിലും പാർട്ടി CPIM കൂടെ ഉണ്ടാകും. പിന്നെ നടപടി ശക്തമായി വന്നിട്ടുണ്ട്. നടപടിയെ സംബന്ധിച്ച് ഞങ്ങൾ എല്ലാവരും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ ബഹുമാനപ്പെട്ട MLAയുടെ നേതൃത്വത്തിൽ തന്നെ ഈ കുടുംബാംഗങ്ങൾ DGPയുമായി തന്നെ കൂടിയാലോചന കണ്ട് അവരുടെ ഗ്രീവിയൻസ് എല്ലാം നേരിട്ട് പറഞ്ഞിട്ടുണ്ട്.